നമുക്കിന്ന് മൈ ഫാമിലിയെ കുറിച്ച് പഠിച്ചാലോ. എന്താണ് ഈ മൈ ഫാമിലി? എൻ്റെ കുടുംബം. നമുക്ക് ഏവർക്കും ഓരോ കുടുംബങ്ങളുണ്ട്. കുടുംബമാണ് ഒരു സൊസൈറ്റിയുടെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ CW മിൽസ് അദ്ദേഹം പറയുന്നുണ്ട്, സൊസൈറ്റി ഫാമിലി ഈസ് ദി ബേസിക് സ്ട്രക്ചർ യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ ഘടന എന്ന് പറയുന്ന സമൂഹമാണ്. ആ ഒരു ഫാമിലിയിൽ, അതായത് കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? പപ്പ, മമ്മി, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, ചാച്ചൻ, അമ്മച്ചി, മുത്തച്ഛൻ, മുത്തശ്ശി, ഇവരൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബം 3 ടൈപ്സ് ഓഫ് ഫാമിലീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അത് ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റൻഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് പപ്പ, മമ്മി, പിള്ളേർ, അതാണ് ന്യൂക്ലിയർ ഫാമിലി. എക്സ്റ്റൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവർക്ക് പപ്പയുടെയും മമ്മിയുടെയും മാതാപിതാക്കളുണ്ട്. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ ആൻറ്റിമാർ, അങ്കിൾമാർ, അവരുടെ ആൾക്കാർ, കസിൻസ്, ഇതെല്ലാം ഒരു കൂട്ടുകുടുംബം എന്നാണ്. പണ്ടത്തെ കാലത്ത് കൂട്ടുകുടുംബം ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി. ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ, പിള്ളേരുണ്ടെങ്കിൽ ഉണ്ട്, എങ്കിൽ ഇല്ല, എങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്, ഒരു ഫാമിലിയെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ദിസ് ഈസ് മൈ ഫാമിലി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കുടുംബത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടത് ആ ഒരു വാല്യൂ, റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് ദിസ് ഇസ് മൈ ഫാമിലിയെ കുറിച്ചാണ്. there are my grandfather, my grandmother, my father, my mother and my sister in our family. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് തന്നെ. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് മൈ ഫാദേഴ്സ് ഫാദർ ഓർ മൈ മദേഴ്സ് ഫാദർ. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എൻ്റെ പപ്പയുടേതാകാം, അല്ലെങ്കിൽ എൻ്റെ മമ്മിയുടേതാകാം, അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛൻ്റെ അമ്മയുടെയോ പപ്പ. മൈ ഗ്രാൻഡ് മദർ ഈസ് മൈ ഫാദേഴ്സ് മദർ ഓർ മൈ മദേഴ്സ് മദർ. ഞാൻ പറഞ്ഞതൊക്കെ യോജിക്കുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് പപ്പയുടെ അല്ലെങ്കിൽ അമ്മയുടേതാണ്. ദേ ലവ് അസ്. അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ വീട്ടുകാർ നമ്മളെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് നമ്മളെ ആയുഷ്കാലം മുഴുവനും നിലനിൽക്കുന്നത്. We love them very much. We love them very much. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാമിലിയെ കുറിച്ച് പറയാനാണെങ്കിൽ. That's all today. Bye.